ഇന്നത്തെ വീഡിയോ മെലിഞ്ഞ ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. ഇതിലൂടെ മെലിഞ്ഞ ആളുകളെ കുറച്ചുകൂടെ മസ്കുലറാക്കി കാണിക്കാൻ സഹായിക്കുന്ന 5 ടിപ്സ് നമുക്ക് കാണാം. വീഡിയോ അവസാനം വരെ കാണാൻ മറക്കേണ്ട, കാരണം അവസാനം നിങ്ങൾക്കൊരു ബോണസ് ടിപ്പ് കൂടി ലഭിക്കുന്നതാണ്. നമ്പർ 1, ലെയറിംഗ്. സ്കിന്നി ബോയ്സിന് പറ്റിയ മികച്ച ഒരു ടെക്നിക്കാണ് ലെയറിംഗ്. ഇതിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഔട്ട്ഫിറ്റ്സിൽ ടെക്സ്ചേഴ്സും ബൾക്കും ആഡ് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, ലെയറിംഗ് നമ്മുടെ ബോഡിയെ വെൽ ഷേപ്പ്ഡാക്കി കാണിക്കുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ വസ്ത്രങ്ങൾ ലെയർ ചെയ്ത് ധരിക്കാൻ ശ്രമിക്കൂ. ലെയറിംഗ് എന്ന് വെച്ചാൽ ഒരു ഉടുപ്പിന് മുകളിൽ മറ്റൊരു ഉടുപ്പ് ധരിക്കുക എന്നതാണ്. അതായത് ആദ്യം നിങ്ങൾ ഒരു ടീഷർട്ട് ധരിക്കും, അതിനു മുകളിൽ ഒക്കേഷൻസിനനുസരിച്ച് ഷർട്ട്, ജാക്കറ്റ്, ബ്ലേസർ തുടങ്ങിയവ ധരിക്കും. അതിനോടൊപ്പം മാച്ച് ചെയ്യുന്ന ഒരു പാൻറ്. ഇത് ബേസിക് ലെയറിംഗ് ആണ്. ഇതിൽ ഇനിയും ചെയ്യാൻ സാധിക്കും. എന്നാൽ പുതുതായി ചെയ്യുന്നവർ ബേസിക് ലെയറിംഗ് ചെയ്യുന്നതാണ് നല്ലത്. മെലിഞ്ഞ ആളുകൾക്ക് മികച്ച വസ്ത്രധാരണ രീതിയാണ് ലെയറിംഗ്. ഇതിലും പ്രധാനപ്പെട്ട 3 റൂൾസ് ഉണ്ട്. അത്ര കോംപ്ലിക്കേറ്റഡ് ആയ റൂൾസ് ഒന്നുമല്ല, എന്നാലും നിങ്ങൾ ലെയറിംഗ് ചെയ്യുന്ന സമയം ഇത് ഓർക്കണം. റൂൾ നമ്പർ 1, സ്റ്റാർട്ട് വിത്ത് ബേസിക്. നിങ്ങൾ എപ്പോഴും ലെയറിംഗ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു പ്ലെയിൻ ടീഷർട്ട് ഉപയോഗിക്കുക. വേണമെങ്കിൽ ഷർട്ട് ഉപയോഗിച്ച് ട്രൈ ചെയ്യാം. പക്ഷെ നിങ്ങൾ ആദ്യമായാണ് ലെയറിംഗ് ചെയ്യുന്നതെങ്കിൽ എക്സ്പെരിമെൻറ്റ്സ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ബേസിക് ലെയറിംഗ് തന്നെ ചെയ്യുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തീരെ ടൈറ്റ് അല്ലാത്തതും തീരെ ലൂസ് ആവാത്തതുമായ ഒരു വെൽ ഫിറ്റഡ് ടീഷർട്ട് ഉപയോഗിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കൊരു സ്ലീക്ക് ലുക്ക് ലഭിക്കുന്നു. റൂൾ നമ്പർ 2, വെയർ തിക്ക് മെറ്റീരിയൽസ്. ടീഷർട്ടിന് മുകളിൽ കട്ടിയുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതിനായി നിങ്ങൾക്ക് നിങ്ങളുടെ ടീഷർട്ടിനേക്കാൾ തിക്കായിട്ടുള്ള മെറ്റീരിയൽസ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഷർട്ട്, ഹുഡീസ്, ജാക്കറ്റ്സ് തുടങ്ങിയവ ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഔട്ട്ഫിറ്റിൽ ബൾക്കും ടെക്സ്ചേഴ്സും ആഡ് ചെയ്യാൻ സാധിക്കും. റൂൾ നമ്പർ 3, കളർ കോമ്പിനേഷൻസ്. ലെയറിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പക്കൽ കളർ ഓപ്ഷൻസ് ഉണ്ടാകും. നിങ്ങളുടെ ഔട്ട്ഫിറ്റിനെ മികച്ചതാക്കുന്ന കളർ കോമ്പിനേഷൻസ് വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. ഇവയാണ് ലെയറിംഗിൻ്റെ പ്രധാനപ്പെട്ട 3 നിയമങ്ങൾ. ഓവറോൾ ലെയറിംഗ് എന്ന് പറയുന്നത് മെലിഞ്ഞ പയ്യന്മാരെ സംബന്ധിച്ച് വളരെയധികം സ്റ്റൈലിഷായ ഒരു ഓപ്ഷനാണ്. കാരണം നമ്മൾ കൂടുതൽ ഫാഷനബിൾ ആവുന്നതിനോടൊപ്പം നമ്മുടെ ബോഡി ഷേപ്പും കൂടുതൽ മസ്കുലറായി തോന്നുകയും ചെയ്യുന്നു. നമ്പർ 2, ആക്സസറീസ്. ആക്സസറീസിന് നമ്മുടെ ഔട്ട്ഫിറ്റ്സിനെ മികച്ചതാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കാണുള്ളത്. ഇത് നമ്മുടെ ലുക്സിനെ എൻഹാൻസ് ചെയ്യുന്നു. എന്നാൽ ഇതിലും തെറ്റുകൾ കാണിക്കുന്ന പല ആളുകളുമുണ്ട്. എന്തെങ്കിലുമൊക്കെ ധരിച്ച്, ഉദാഹരണത്തിന് ഹാൻഡ് ബാൻഡ്സ്, വലിയ ചെയിനുകൾ, വലിയ റിങ്സ് തുടങ്ങിയവയൊക്കെ ധരിച്ച് ലുക്ക് നശിപ്പിക്കുന്ന പല ആളുകളുമുണ്ട്. ആക്സസറീസിന് നമുക്ക് പറ്റുന്ന അത്രോളം സിമ്പിളാക്കി വെക്കാവുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെലിഞ്ഞ ആളുകൾക്ക് സ്ലിം ആക്സസറീസ് ആണ് കൂടുതൽ ചേരുക എന്നത്. റൈറ്റ് ആക്സസറീസ് ഒരു ഗെയിം ചേഞ്ചറാണ്. വലിയ ഡയൽസ് ഉള്ള വാച്ചുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം മെലിഞ്ഞ കയ്യിൽ ഇതത്ര നല്ലതായിരിക്കില്ല. ഇതിനു പകരം നോർമൽ സ്ലീക്ക് ഡയൽസ് ഉള്ള വാച്ചസ് ഉപയോഗിക്കുക. സ്ലിം ആയിട്ടുള്ള ചെയിൻസ്, റിംഗ്, ബ്രേസ്ലെറ്റ് തുടങ്ങിയവ നിങ്ങൾക്ക് എസ്തെറ്റിക് ലുക്സ് നൽകുന്നു. ഇവിടെ ഷൂസിനും വലിയ പ്രാധാന്യമാണുള്ളത്. നിങ്ങൾ തീരെ മെലിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ കാണാൻ വളരെയധികം വലിപ്പമുള്ള ഷൂസുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. അങ്ങനെയുള്ളവ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളിൽ ശ്രദ്ധാകേന്ദ്രമായി നിൽക്കുന്നത് ആ ഷൂസ് മാത്രമായിരിക്കും. അത് ധരിക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി മെലിഞ്ഞതായി കാണപ്പെടും. പകരം നിങ്ങൾക്ക് ഹൈ ടോപ്പ് ഷൂസ് അല്ലെങ്കിൽ സ്നീക്കേഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. ഇത് മെലിഞ്ഞ വ്യക്തികളിൽ വളരെയധികം സ്റ്റൈലിഷ് ആയിരിക്കും. നമ്പർ 3, വെയർ പാറ്റേൺ ആൻഡ് പ്രിൻറ്റ്സ്. പാറ്റേണൽ വസ്ത്രങ്ങൾ മെലിഞ്ഞ ആളുകളെ സംബന്ധിച്ച് നല്ല ഒന്നാണ്. കാരണം അവ കൂടുതൽ ബ്രോഡും മസ്കുലാറുമാക്കുന്ന തരത്തിലുള്ള ഇല്യൂഷൻസ് സൃഷ്ടിക്കുന്നതിൽ മികച്ചവയാണ്. അതുകൊണ്ട് നിങ്ങൾ വെറും പ്ലെയിൻ ടീഷർട്ട്സ് ആണ് ധരിക്കുന്നതെങ്കിൽ അതിന് പകരം കുറച്ച് പ്രിൻറ്റ്സ് അല്ലെങ്കിൽ പാറ്റേൺസ് ഒക്കെയുള്ളവ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ ലുക്സിനെ കുറച്ചുകൂടി മികച്ചതാക്കുന്ന ടൈപ്സ് ഓഫ് പ്രിൻറ്റ്സ് ആണ് ഹൊറിസോണ്ടൽ ടൈപ്സ്, ബോൾഡ് പ്രിൻറ്റ്സ്, ജിയോമെട്രിക് പാറ്റേൺസ് തുടങ്ങിയവ. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ വെർട്ടിക്കൽ ലൈൻ പ്രിൻറ്റ്സ് ഉള്ളത് ഒഴിവാക്കുക. കാരണം ഇത് നിങ്ങളെ വെർട്ടിക്കലി ഡിവൈഡ് ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ മെലിഞ്ഞതായി കാണപ്പെടാൻ സാധ്യതയുണ്ട്. നമ്പർ 4, വെയർ റൈറ്റ് കളേഴ്സ്. നിങ്ങൾക്ക് ചേരുന്ന, നിങ്ങളെ വളരെയധികം മെലിഞ്ഞതാക്കി കാണിക്കത്തക്ക തരത്തിലുള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങളാണ് നിങ്ങൾ ധരിക്കേണ്ടത്. ഔട്ട്ഫിറ്റ്സിൽ കളർ കോമ്പിനേഷൻ ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മെലിഞ്ഞ ആളുകൾക്ക് ഏത് തരത്തിലുള്ള നിറങ്ങളാണ് ചേരുന്നത് എന്ന് മിക്കവാറും ആളുകളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒന്നാണ്. എന്തായാലും നിങ്ങൾ കൂടുതൽ ഒന്നും ആലോചിക്കേണ്ട. പകരം ലൈറ്റ് കളേഴ്സ് പ്രിഫർ ചെയ്യുക. ലൈറ്റ് കളേഴ്സ് നിങ്ങളുടെ ഔട്ട്ഫിറ്റിൽ കൂടുതലും കാഷ്വൽ, റിലാക്സ്ഡുമായ വൈബാണ് നൽകുന്നത്. വൈറ്റ്, ബീച്ച്, ലൈറ്റ് ബ്ലൂ തുടങ്ങിയവ ഷർട്ട് അല്ലെങ്കിൽ ടീഷർട്ടിന് പറ്റിയ നിറങ്ങളാണ്. ഇതിനോടൊപ്പം ഏതെങ്കിലും കടുത്ത നിറത്തിലുള്ള പാൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഔട്ട്ഫിറ്റിൽ ഒരു കോൺട്രാസ്റ്റും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഇതിലൂടെ നിങ്ങളുടെ ബോഡി പ്രൊപ്പോർഷൻ ബാലൻസ്ഡായും കാണപ്പെടുന്നു. നമ്പർ 5, ഫിറ്റിംഗ്. നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ ഫിറ്റിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ധരിക്കുന്നത് എത്ര നല്ല ഉടുപ്പാണെങ്കിലും അത് കുറച്ച് കൂടുതൽ ടൈറ്റ് അല്ലെങ്കിൽ ലൂസായി പോവുകയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിനേക്കാൾ പല മടങ്ങ് മെലിഞ്ഞതായി കാണപ്പെടും.
ടീഷർട്ടുകളിൽ വളരെ ടൈറ്റായ കൈകളുള്ളവ, വി ഷേപ്ഡ് നെക്കുള്ളവ, പിന്നെ ഓവർ സൈസ് തുടങ്ങിയവ ഒഴിവാക്കേണ്ടതാണ്. കാരണം ഇവയിൽ നിങ്ങളുടെ കൈകൾ കൂടുതൽ മെലിഞ്ഞതായി കാണപ്പെടുന്നു. അതുമാത്രമല്ല, വി നെക്കിഡ് ടീഷർട്ടിൽ നിങ്ങളുടെ നെഞ്ച് അകത്തേക്ക് കുഴിഞ്ഞ രീതിയിൽ കാണപ്പെടുന്നു. അത് കാണാൻ അത്ര രസകരമായ ഒന്നല്ല. ഇതിന് പകരം നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടുള്ള ടീഷർട്ടുകൾ ഉപയോഗിക്കുക. ഉദാഹരണത്തിന് പോളോ ടീഷർട്ട്സ്, ഒരുപാട് വലുതല്ലാത്ത ഓവർ സൈസ്ഡ് ടീഷർട്ട് വേണമെങ്കിൽ ധരിക്കാവുന്നതാണ്. ബോട്ടം വിയേഴ്സിൽ സ്കിന്നി ജീൻസ്, ബാഗി ജീൻസ് തുടങ്ങിയവ ഒഴിവാക്കുക. കാരണം ഇതിൽ നിങ്ങളുടെ കാലുകൾ കുറച്ചുകൂടി മെലിഞ്ഞതായി കാണപ്പെടാം. റിലാക്സ് ഫിറ്റ് പാൻസ് ധരിക്കുന്നത് എന്തുകൊണ്ടും മികച്ചതാണ്. ബോണസ് ടിപ്പ്, വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണിത്. സ്റ്റേ മോട്ടിവേറ്റഡ്, അക്സെപ്റ്റ് യുവർ സെൽഫ്. നിങ്ങളുടെ രൂപം എങ്ങനെയായാലും അത് യാതൊരുവിധ പ്രാധാന്യവുമില്ല. കാരണം യു ആർ ദ ബെസ്റ്റ്. ഈ ലോകത്ത് ആരും തന്നെ പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ രൂപം കണ്ട് ആളുകൾ എന്ത് ചിന്തിക്കും എന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കോൺഫിഡൻ്റായും മോട്ടിവേറ്റഡായും ഹാപ്പിയായും ഇരിക്കുക. നിങ്ങളുടെ തന്നെ മികച്ച ഒരു വേർഷൻ ആവാൻ ശ്രമിക്കുക. കുറഞ്ഞത് 45 മിനിറ്റ്സിൻ്റെ വർക്കൗട്ടെങ്കിലും ചെയ്യുക. 3 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരം മാറും എന്നത് ഉറപ്പാണ്.